ശ്രീനിവാസനെ പോലെ തന്നെ അഭിമുഖങ്ങളിലൂടെ ആരാധകരെ സമ്പാദിച്ച നടനാണ് ഷൈൻ ടോം ചാക്കോ. സിനിമയാണ് ഷൈനിന്റെ ജീവിതം. 10 വർഷത്തോളം സിനിമയിലെ സഹസംവിധായകനായി പ്രവർത്തിച്ച ശേഷമാണ് അഭിനയിക്കാനുള്ള അവസരങ്ങൾ താരത്തിന് ലഭിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വിശ്രമമില്ലാതെ അഭിനയിക്കാൻ ഷൈൻ തയ്യാറാണ്. അടുത്തിടെയായി അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഷൈൻ ചെയ്യാറുള്ള പ്രവൃത്തികള് വൈറലാവുകയും വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടാറുമുണ്ടായിരുന്നു. അതിൽ ഒന്ന് അഭിമുഖത്തിനിടെ സ്വന്തം പോണ ഷൈൻ വലിച്ചെറിഞ്ഞതായിരുന്നു. എന്നാൽ അങ്ങനൊരു പ്രവൃത്തി ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലെന്ന് പറയുകയാണ് നടൻ. റിലീസിനൊരുങ്ങുന്ന പുതിയ സിനിമ താനാരായുടെ പ്രമോഷന്റെ ഭാഗമായി ഫിൽമി ബീറ്റ് മലയാളത്തോട് സംസാരിക്കുകയായിരുന്നു ഷൈൻ. വയനാട്ടിലുണ്ടായ ദുരന്തം കണ്ടപ്പോൾ ഉണ്ടായതിനേക്കാള് വേദനയാണ് ആളുകൾക്ക് താൻ പോണ് വലിച്ചെറിഞ്ഞ വിഷയത്തിലുള്ളതെന്നാണ് ഷൈൻ പറഞ്ഞത്. കോള് എടുത്തിട്ട് നുണ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കോളുകള് വരുമ്പോൾ പലപ്പോഴും അറ്റൻഡ് ചെയ്യാത്തത്. വയനാട്ടിലുണ്ടായ ദുരന്തം കണ്ടപ്പോൾ ഉണ്ടായതിനേക്കാള് വേദനയാണ് ആളുകൾക്ക് ഞാൻ പോണ് വലിച്ചെറിഞ്ഞ വിഷയത്തിലുള്ളത്. ഇവിടെ കുട്ടികളെയും ആളുകളെയും വലിച്ചെറിയുന്നു, വെട്ടിക്കൊല്ലുന്നു, അതിലൊന്നും ആർക്കും പ്രശ്നമില്ല. എന്റെ ഫോണ് ഞാൻ വലിച്ചെറിഞ്ഞതിനാണ് പലർക്കും പ്രശ്നം. കയ്യിൽ നിന്നും ഫോണ് വീഴുമ്പോൾ ആളുകളുടെ നെഞ്ച് തകരുന്നത് ഞാൻ കണ്ടുണ്ട്. ആ സമയത്ത് ഞാനാണ് വീണിരുന്നതെങ്കിൽ ഈ തകർച്ചയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചിരിക്കും. ആളുകൾക്ക് ഫോണിനോടാണ് അറ്റാച്ച്മെന്റ് കൂടുതല്. അത് കാണിക്കാനാണ് ഞാൻ അത് വലിച്ചെറിഞ്ഞത്. ആളുകൾ വീഴുമ്പോഴാണ് നമ്മുടെ മനസ്സ് വേദനിക്കേണ്ടതും അവരെ സഹായിക്കേണ്ടതും. നമ്മൾ ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയ ലോകത്താണ് ജീവിക്കുന്നതെന്ന് ഷൈൻ പറയുന്നു. ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴും ഒരേ ഭാവവും അഭിനയശൈലിയുമാണെന്ന വിമർശനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഷൈനിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ലൈഫ് തന്നെ ആവർത്തനമല്ലേ? നമ്മള് 3-4 വർഷം എടുത്ത് ഒരു കഥാപാത്രം മാത്രം ചെയ്യുകയല്ലല്ലോ. രാവിലെ ഒരു പടത്തില് അഭിനയിക്കും, രാത്രി മറ്റൊന്നില് അഭിനയിക്കും, അങ്ങനെയല്ലേ? അതുകൊണ്ടാകാം എന്റെ അഭിനയശൈലിയിൽ ആവർത്തനം വരുന്നതായി ഫീൽ ചെയ്യുന്നത്. ഓരോന്ന് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതുപോലെ ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് സിനിമയിൽ അവസരം നഷ്ടപ്പെടുമോ എന്ന് ഓർത്താണ് ഞാൻ ഏറെയും ആശങ്കപ്പെട്ടിരുന്നത്. സിനിമയിലെ നല്ല കഥാപാത്രങ്ങൾ മാത്രമല്ല, മോശം കഥാപാത്രങ്ങളും ഉണ്ടല്ലോ. അവ ചെയ്യാൻ അവസരം കിട്ടുമായിരിക്കുമെന്ന തോന്നലാണ് എന്നെ അപ്പോഴെല്ലാം ആശ്വസിപ്പിച്ചിരുന്നത്. അത്തരം റോളുകൾ ഞാൻ ചെയ്യുമ്പോൾ ആളുകൾ കൺവിൻസ്ഡ് ആവുകയും ചെയ്യും. പിന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സിനിമയിലെ സീനായി കാണാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ ജയിലിൽ പോയതടക്കം എനിക്ക് ഭാവിയിലേക്കുള്ള സമ്പത്താകുമെന്നും ഷൈൻ പറയുന്നു. വിവാഹം എപ്പോഴുണ്ടാകുമെന്ന ചോദ്യത്തിന് ഒരു കൊച്ചായ ശേഷം കല്യാണം കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് താനെന്നാണ് തമാശ കലർത്തി ഷൈൻ പറഞ്ഞത്. ഞാൻ ഒരു കൊച്ചായ ശേഷം കല്യാണം കഴിക്കാമെന്നുള്ള പരിപാടിയിലാണ്. ഒരു കൊച്ചുകൂടി ഉണ്ടെങ്കിൽ രസമല്ലേ? അല്ലെങ്കിൽ പപ്പയുടെയും മമ്മിയുടെയും കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് കുട്ടികൾ പറയില്ലേ? ആ പരാതി തീർക്കാമല്ലോ. അതുകൊണ്ട് ആദ്യം കൊച്ചുണ്ടാവട്ടെ എന്നായിരുന്നു ഷൈനിന്റെ മറുപടി. 1.5 മാസം മുമ്പാണ് ഷൈനും മോഡലായ തനൂജയും വേർപിരിഞ്ഞത്. ഈ വർഷം ആദ്യം ഇവരുടെ വിവാഹ നിശ്ചയം അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്നിരുന്നു. ഇരുവരും ഈ വർഷം വിവാഹിതരാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരിക്കവെയാണ് ഷൈൻ പ്രണയം തകർന്ന വിവരം വെളിപ്പെടുത്തിയത്.